പ്രസംഗം നീളും എന്ന് വിചാരിച്ച് ഇനി ആരും കസേരയിൽ നിന്ന് എഴുന്നേക്കണ്ട. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ഉദ്ഘാടക ശ്രീമതി ചിത്ര കിഷോർ ബാഗ്ജി, ബഹുമാനനായ അധ്യക്ഷൻ ശ്രീ TP സുരേഷ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇൻചാർജ് ശ്രീ TV കുഞ്ഞികൃഷ്ണൻജി, ഒരു മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ V രാജേട്ടൻ, ശ്രീ ഹരിദാസ് പൊക്കണാലി, ശ്രീ തലത്തിൽ ചക്രായുധൻ, ശ്രീ സുധീർ, ശ്രീ K നിത്യാനന്ദൻ തുടങ്ങി വേദിയിലെ സമുന്നതരായിട്ടുള്ള നേതാക്കളെ, ഈ കുന്നമംഗലത്തെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. 2ാം തവണയും സ്ഥാനാർത്ഥിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ 19-ാം തീയതി മുതൽ ഇന്ന് വരെ 7 ദിവസമായി ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിഷ്പക്ഷരായിട്ടുള്ള നിരവധി ആളുകളെ നേരിൽ കാണുകയുണ്ടായി. അവരൊക്കെ ബഹുഭൂരിപക്ഷം ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഈ തവണ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതിൽ മറ്റ് 2 മുന്നണികൾക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ടും അവരെ ജനങ്ങൾക്ക് മടുത്തത് കൊണ്ടും BJPക്കാണ് അല്ലെങ്കിൽ NDAക്കാണ് സാധ്യത എന്നുമുള്ള അഭിപ്രായമാണ് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ എന്നോട് വ്യക്തിപരമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇന്നിപ്പോ നിൽക്കുന്നത് കേവലം ഒരു സ്ഥാനാർത്ഥിയായി മാത്രമല്ല, ഈ നാടിൻ്റെ ശബ്ദമാകാൻ ഉറച്ചു തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്കും നല്ല ധാരണയുണ്ട്. പ്രശ്നങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തെങ്ങിലക്കടവ് ക്യാൻസർ സെന്റർ 2001 ഉദ്ഘാടനം ചെയ്തതാണ് അല്ലേ? നിങ്ങൾ നോക്കേണ്ടത് ഒരു തമാശ, 2026 ജനുവരി 22-ാം തീയതി കേരള നിയമസഭയുടെ ചർച്ച, അത് ഹിസ്റ്ററിയാണല്ലോ, അത് രേഖപ്പെടുത്തുന്നതാണ്. ആ ചർച്ച നിങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ കുന്നമംഗലത്തിൻ്റെ MLA ഒരു സബ്മിഷൻ ഉന്നയിക്കുന്നു. എന്താ പറയുന്നത് അദ്ദേഹം? 2010-ൽ, അതിനു മുമ്പുള്ള ചരിത്രമൊന്നും അദ്ദേഹം പറഞ്ഞില്ല, 2010-ൽ ഞങ്ങളൊരു 7 ഏക്കർ സർക്കാരിന് കൈമാറി അവിടെ ഒരു പ്രപ്പോസൽ വെച്ചു. അത് അംഗീകരിക്കണം. 26 കൊല്ലത്തെ ചരിത്രമുള്ള ഒരു സ്ഥാപനത്തെ എത്ര ലാഘവത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ നോക്കിക്കാണുന്നത് എന്ന് സൂചിപ്പിക്കാനാ. ഉടനെ ആരോഗ്യമന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, അത് ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു, തൊട്ടടുത്ത ദിവസം തന്നെ അതിനുള്ള ഓർഡർ ഇറങ്ങും. എന്ത് ഓർഡർ? 2 തവണ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. 2 തവണ ഉദ്ഘാടനം കഴിഞ്ഞ് പൂട്ടി കാട് പിടിച്ച് കിടക്കുന്ന, അതും ഒരു ഹഫ്സീന എന്ന് പറയുന്ന ഒരു വനിത 7 ഏക്കർ സർക്കാരിന് വേണ്ടി സമാജത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം നടത്താൻ പോലും സാധിക്കുന്നില്ല. ഇവിടെ ഗിമ്മിക്ക് നടത്തുകയാണ്. കുപ്പിയിൽ മത്സരിക്കുക, ഗ്ലാസ്സിൽ മത്സരിക്കുക. ഒരു ഭാഗത്ത് ലീഗ് സ്വതന്ത്രൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറി വന്നിട്ട് ലീഗ് സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. PT റഹീമും സ്വതന്ത്രനാണെന്ന് പറയുന്നത്. ഞാനിവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് പലരോടും ചോദിച്ചു, PT റഹീമിന്റെ പാർട്ടിയുടെ പേരറിയോ നിങ്ങൾക്ക്? അദ്ദേഹം CPM അല്ലേ എന്നാ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ട് പോലും ഈ ഭൂമി മലയാളത്തിൽ ആർക്കും അറിയില്ല, ഈ കുന്നമംഗലത്തുകാർക്കും അറിയില്ല. ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന് പറഞ്ഞിട്ട് പല ചിഹ്നത്തിൽ മത്സരിച്ച് നമ്മളെ പറ്റിക്കുകയാണ്. ഈ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗിമ്മിക്ക് രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ പൊളിച്ചടുക്കുമെന്ന് കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവർ,
ഈ മണ്ഡലത്തില് നിരവധി വ്യവസായ പ്രശ്നങ്ങളെക്കുറിച്ച്, ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച്, റോഡിന്റെ ഉൾനാടൻ റോഡിന്റെ വികസനത്തെക്കുറിച്ച്, തൊഴിലവസരങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ച്, പൂട്ടിപ്പോയ വികസന സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആശങ്കയുണ്ട്, വേവലാതിയുണ്ട്. ആ പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ആ പ്രശ്നങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ആശങ്കകൾ മാത്രമല്ല, എന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പ്രഖ്യാപിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ടി.പി. സുരേഷ് സൂചിപ്പിച്ചു, ഗ്രാസിം ഫാക്ടറി പൂട്ടിയിട്ട് 26 വർഷമായി. 5000 പേർക്ക് നേരിട്ടും 15000 പേർക്ക് അനുബന്ധമായും തൊഴിൽ ലഭിച്ചിരുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം വെറുതെ പൂട്ടിയതല്ല. ഇന്ന് എം.പിയായും CPM-ന്റെ നേതാക്കന്മാരായും ഞെളിഞ്ഞു നടക്കുന്ന ആളുകൾ തൊഴിലാളികളുടെ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്ത് പൂട്ടിച്ചതിൻ്റെ ഒരു ചരിത്രം കൂടി ഉണ്ട് അതിന്. പക്ഷെ 26 വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന ആ സ്ഥാപനം ഏറ്റെടുത്തുകൊണ്ടൊരു നല്ല വ്യവസായം തുടങ്ങാൻ, എന്തിന് കോഴിക്കോടിന് എയിംസിന് വേണ്ടി ആ സ്ഥലമെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. എയിംസിന് സ്ഥലം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ 300 ഏക്കർ ഇല്ല. ഇവിടെ 400 ചില്ലാനം ഏക്കർ ഉണ്ട്. 4 വരി പാത എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ അതിന്റെ മാനദണ്ഡമാണ് ഞാൻ പറയുന്നത്. എയിംസ് അനുവദിക്കാനുള്ള മാനദണ്ഡമാണ്. 4 വരി പാത എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. NH-66മായി ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശം, എയർപോർട്ടുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം. എന്തുകൊണ്ട് ഈ 400 ഏക്കർ സ്ഥലം കൈവശമുണ്ടായിട്ടും കേന്ദ്രം പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഗ്രാസിം ഫാക്ടറിയുടെ ഭൂമി ഒരു പ്രപ്പോസലായിട്ട് കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല? അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ കേസ് കോടതിയിലാണ് എന്ന് പറയുകയല്ലാതെ നല്ലൊരു വക്കീലിനെ വെച്ച് വാദിക്കുക പോലും ചെയ്തിട്ടില്ല. ആരാ പറയുന്നത്? കൊലപാതകികളെ രക്ഷിക്കാൻ, അതും CPM-ന്റെ കൊലപാതകികളെ രക്ഷിക്കാൻ ബഡ്ജറ്റിൽ നിന്ന് കോടികൾ നീക്കിവെച്ച് സുപ്രീം കോടതിയിൽ വാദിച്ച ഒരു സർക്കാർ ഗ്രാസിം ഫാക്ടറിയുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നല്ലൊരു വക്കീലിനെ വെച്ച് പോലും കോടതിയിൽ വാദിക്കുന്നില്ല. അത് കോടതിയിലാണെന്ന് പറയുന്നത്. ഒരു കോടതിയിലുമല്ല, ഒരു നിയമപ്രശ്നവും ഇല്ല. അവിടെ വ്യവസായം തുടങ്ങുമ്പോഴുള്ള കരാർ അനുസരിച്ച് ആ വ്യവസായം എന്നാണോ നിന്നു പോകുന്നത് ആ നിമിഷം സർക്കാരിന് ഏറ്റെടുക്കാവുന്ന കരാർ മാത്രമേ ഗ്രാസിം ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്നാണ് നിയമ വിദഗ്ധന്മാരൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവര്, പക്ഷേ ഇതിങ്ങ് ഏറ്റെടുത്താലും തുടങ്ങാൻ എന്തെങ്കിലും ഒരു ത്രാണി ഈ കൂട്ടർക്ക് വേണ്ടേ? വലിയ വായിൽ പറയും, ഞങ്ങൾ വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ വിദേശയാത്ര നടത്തുന്നു, വിദേശ നിക്ഷേപത്തിന് ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയ ആളുകൾക്കല്ലേ മല്ലയുദ്ധത്തിനും അതുപോലെ തന്നെ ബോക്സിങ്ങിനൊക്കെ ചാമ്പ്യന്മാരാവാൻ വേണ്ടി പറ്റുള്ളൂ. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾ അതിന് സ്വപ്നം കണ്ടിട്ട് കാര്യമുണ്ടോ? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. MP ഗോവിന്ദന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, വലിയ ആഘോഷപൂർവ്വം മാധ്യമങ്ങളോട് പറഞ്ഞു. നിങ്ങൾ അറിയോ, മുഖ്യമന്ത്രി വിദേശത്ത് പോയി തിരിച്ചു വന്നതിന് ശേഷം ഒരു വിദേശത്തുള്ള ഒരാള് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നു. സമയം ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്? ഞാനൊരു ഇത്തിരി പൈസ കേരളത്തില് നിക്ഷേപിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാ. MP ഗോവിന്ദന്റെ ഭാഷ ഞാൻ പറയുന്നത്, എന്റെ ഭാഷയല്ല. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ചോദിച്ചു, എത്രയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത്? ഞങ്ങൾ വിചാരിച്ചു തുച്ഛമായിട്ടുള്ള തുകയാണെന്ന്. അദ്ദേഹം പറയുകയാണ്, 3000 കോടി ഞാൻ കേരളത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് MP ഗോവിന്ദന്റെ തള്ളല്. 2 ആഴ്ച കഴിഞ്ഞപ്പോ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ വ്യവസായ വകുപ്പില് ഒരു വിവരാവകാശം കൊടുത്തു. എന്താ കൊടുത്തതെന്നറിയോ? മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടത്തിയിട്ടുള്ള 25 വിദേശ യാത്രയിലെ സന്ദർശനം. ആരെ പൈസയാ? നിങ്ങളെ എന്റെയും ഖജനാവിലെ പൈസ, നിങ്ങളും ഞാനും നികുതി പണം കൊടുക്കുന്ന പൈസ. ആ പണമെടുത്ത് 25 തവണ വിദേശ രാജ്യത്തേക്ക് സന്ദർശനം നടത്തി ഇവിടെ നിക്ഷേപം കൊണ്ടുവരാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവരാവകാശത്തിന്റെ റിപ്പോർട്ട് കേട്ടാൽ നിങ്ങൾ ഞെട്ടും പ്രിയപ്പെട്ടവരെ.
ഒരണ പൈസ അതിന്റെ പേരിൽ ഈ കേരളത്തിൽ നിക്ഷേപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ 25 രാജ്യങ്ങളുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടാൻ പോലും ഈ കഴിവുകെട്ട ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് തന്നെ എഴുതി നൽകിയിരിക്കുകയാണ്. ഒരു ധാരണാപത്രം പോലും ഒപ്പിടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവർക്ക് പിന്നെ എങ്ങനെ തുടങ്ങാനാവിടെ? അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്കൊരവസരം കിട്ടിയാൽ, നമ്മൾ നേരത്തെ തന്നെ പറയുന്നതാണ്, എയിംസിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ കുന്നമംഗലത്ത് NIT ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ, അന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ മുൻപാകെ ഈ 400 ഏക്കർ ഭൂമിയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പാകെ പരസ്യമായി ഈ കേരളത്തിലെ ജനതയോട് പറഞ്ഞു, ആ ഭൂമി ഏറ്റെടുത്ത് നൽകുകയാണെങ്കിൽ ഞാൻ ഒരു ഇലക്ട്രോണിക് സിറ്റി ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ തയ്യാറാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പ്രഖ്യാപിച്ചിട്ടാ പോയത്. പ്രഖ്യാപിച്ച് 2 കൊല്ലമായി. 2 വർഷമായി സർക്കാരിന്റെ ഒരു പ്രതിനിധിയും കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, നമുക്കൊരവസരം ലഭിച്ചാൽ, കാരണം നിയമപരമായിട്ട് അതിനെ സാധൂകരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ഇടപെട്ടുകൂടാന്ന് പറഞ്ഞാൽ, കേരള മന്ത്രിസഭയാണ്, കേരള നിയമസഭയാണ്, അത് നിയമപരമായി ഏറ്റെടുക്കണമെങ്കിൽ ആ നിയമം പാസ്സാക്കേണ്ട സഭ കേരള നിയമസഭയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരവസരം തന്ന് കേരള നിയമസഭയിൽ ഇതിനെക്കുറിച്ച് സ്വാധീനം ചെലുത്താനുള്ള ഒരവസരം ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാനിതാ ഉറപ്പ് നൽകുന്നു, ആ ഗ്രാസിൻ ഭൂമിയിൽ ഒന്നുകിൽ എയിംസ് വരും, അല്ലെങ്കിൽ ഈ നാട്ടിലെ ആയിരക്കണക്കായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ജോലി നൽകാനുള്ള ഒരു വ്യവസായ സംരംഭം ആ ഗ്രാസിൻ ഭൂമിയിൽ ഞാൻ നടപ്പിലാക്കുമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഉറപ്പ് നൽകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. മറ്റൊരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെങ്ങിലക്കടവ് ക്യാൻസർ സെന്ററിന്റെ അവസ്ഥ. 26 കൊല്ലത്തിന് ശേഷം സബ്മിഷൻ അവതരിപ്പിക്കാൻ ഇവിടുത്തെ MLA ഉദ്ഘാടന മഹാമഹം 2-3 തവണ നടന്നു കഴിഞ്ഞിരിക്കുക. ചെറുപ്പയില് കിടത്തി ചികിത്സയുണ്ടായിരുന്ന ആശുപത്രി അതിപ്പോ പ്രാഥമിക ഹെൽത്ത് സെന്ററായിട്ട് മാറി. ഇങ്ങനെ 100 കണക്കായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി അങ്ങോട്ട് ആ പ്രശ്നങ്ങൾ, ആ ആശങ്കകൾ നിങ്ങളുടേത് മാത്രമല്ല, എൻ്റെ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് മാറ്റം തുടങ്ങണം, മാറ്റാൻ തുടങ്ങണം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ നാട്ടിലെ ജനങ്ങൾ ആ മാറ്റം ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ള മുദ്രാവാക്യം മാറാത്തത് മാറും, ഇനി കേരളം വളരും എന്നുള്ളതാണ്. ഞാൻ കുന്നമംഗലത്തിന് വേണ്ടി ആ മുദ്രാവാക്യം റീറൈറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. മാറാത്തത് മാറും, കുന്നമംഗലവും മാറും, ഇനി കുന്നമംഗലവും വളരും. ഇത്രമാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ മാറ്റത്തിനായി നിങ്ങളെല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയായി, NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വൻഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ജയ് ബോലോ ഭാരത് മാതാ കി, ജയ് ബോലോ ഭാജപ കി, ജയ് ബോലോ NDA കി. ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഞാൻ ഇവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് അവരുടെ ഒരു വലിയ ടീമുമായി നമ്മുടെ ചിത്ര കിഷോർ വാൽജി നമ്മളെക്കാൾ നന്നായി ഈ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഞാനിപ്പോൾ ചോദിച്ചു എത്ര സ്ഥലത്ത് പോയി എന്ന്. 36 ബൂത്തിൽ അവര് സന്ദർശനം നടത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി അങ്ങയോട്, ശ്രീമതി ചിത്ര കിഷോർ വാഗിനോട് നമുക്കുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഈ വേളയിൽ രേഖപ്പെടുത്താൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ അവിടെ സൂചിപ്പിച്ചു, നമ്മുടെ മണ്ഡലത്തിലേക്ക് ഈ മാറ്റം അറിഞ്ഞുകൊണ്ടാവാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി കേന്ദ്ര നേതാക്കന്മാര് വരികയാണ്. അതിൻ്റെ സൂചന എന്നോണം നമ്മുടെ
ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിൽ നിന്ന് MP ആയി ജയിച്ച് മന്ത്രിയായിട്ടുള്ള ശ്രീ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി നാളെ 11 മണിക്ക് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി കുറ്റിക്കാട്ടൂരിൽ എത്തിച്ചേരുകയാണ്. നിരവധി നേതാക്കന്മാരുടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി ഉൾപ്പെടെ ഈ നമ്മുടെ കുന്നമംഗലം നിയോജക മണ്ഡലത്തിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നാളെ രാവിലെ 10:30 മുതൽ നമ്മൾക്ക് ആ നേതാക്കന്മാരുടെ പരിപാടിയും കൂടെ വിജയിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.